എങ്ങനെയുണ്ട്? ഹലോ ഗായ്സ്. നമ്മളിന്ന് എങ്ങോട്ടാ പോണെന്ന് പറയൂ. നമ്മളിന്ന് പോണത് കാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സമ്മർ തീരാൻ പോകല്ലേ. അപ്പോൾ ഇനി നമുക്കൊരു മാസം കൂടി കഷ്ടിച്ചിട്ട്, അപ്പോൾ സമ്മറിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ മാക്സിമം ചെയ്യണം. ഈ ഒരു മാസത്തിനുള്ളിൽ തീർക്കണം. ഓക്കെ, ദെൻ വി വിൽ സ്വിച്ച് ടു വിന്റർ ആക്ടിവിറ്റീസ്. യെസ്, എന്താ പറയാ, കയാക്കിങ് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിരിക്കണം. കാക്കും ചെയ്തിട്ടില്ലേ? 3 പ്രാവശ്യം. പ്രോ ഇൻ കയാക്കിങ്. അപ്പോൾ എനിക്കിഷ്ടമാണ്. ഇന്ന് അത്യാവശ്യം നല്ല വെയിലാണ്. അപ്പോൾ എന്തായിരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ റിവേക്ക എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടുണ്ട്. എവിടെ ഇപ്പം അത്? കോഴിക്കോട് അടുത്താന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ശരിക്കറിയില്ല. അവിടെ പോയിട്ടാണ് ചെയ്തത്. അത് നല്ല രസമാണ്. പിന്നെന്താ പ്രശ്നം? മൂവാവില്ല. ഓക്കെ, നമ്മളെ ബാക്കിലോട്ട് പുഷ് ചെയ്യും. അപ്പൊ എന്തായാലും നമ്മള് എത്ര ദൂരം ഇവിടുന്ന് അങ്ങോട്ട്? 1.5 മണിക്കൂറുണ്ട് ദൂരമുണ്ട് അല്ലേ? 1.5 മണിക്കൂർ. ഇവിടുന്ന് നമുക്ക് 1.5 മണിക്കൂറുണ്ട് ദൂരം. സ്ഥലം ഇത് കോൺവാൾ, ഒന്റാരിയോ സീഹോക്ക് വാട്ടർ ക്ലബ്. നമ്മളിപ്പോ വേറെ പ്രൊവിൻസിലാ. പിന്നെ വേറെ പ്രൊവിൻസിലാണ് വരുന്നത്, ഒന്റാരിയോയിലാണ് വരുന്നത്. നമ്മളവിടെ ഉണ്ട്, പക്ഷെ എനിക്കൊന്നുകൂടെ അടിപൊളിയായിട്ട് തോന്നി അവിടെ. കാരണം അവിടെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഉണ്ട്, വെർഡലുണ്ട്, ലസാലുണ്ട്, പക്ഷെ അവിടെ ഇച്ചിരി കൂടി തിരക്കാണ്. ഇത് ഭയങ്കര അടിപൊളി, നാച്ചുറലി നമുക്കൊന്നുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും തോന്നുന്നു. സോ നമ്മളിനി അവിടെ എത്തിച്ചില്ല. ബാക്കി പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. നട്ടപ്പുറ വെയിലത്ത് ഞങ്ങൾ കയാക്കിങ് ചെയ്താൽ ചിലപ്പോൾ കരിഞ്ഞു പോകുമെന്നാണ് എൻ്റെ ഡൗട്ട്. ഹായ് ഗായ്സ്, ഞാനിവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഇതാ കണ്ടോ, ഈ സാധനം താത്തി വെച്ചിട്ടും കാര്യമല്ല. ഞാൻ നിങ്ങളല്ലാത്തതുകൊണ്ട് സൂര്യൻ എന്നെ ആക്രമിക്കുകയാണ്. ഊരില്ല നമ്മൾ ഏതോ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓൾറെഡി കമന്റ്സ് വരുന്നുണ്ട് നിങ്ങളെ പാട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെ ഞാൻ നിങ്ങളെ പാട്ടിനെ സപ്പോർട്ട് ചെയ്യാം? മയമാലി കുറെ കിളികൾ പറന്നു പോകുന്നു. കണ്ണു കുളിച്ചിട്ടൊന്നും കാണില്ലെങ്കിലും അല്ല, ഇതിലൊന്നും വണ്ടി പോകുന്നില്ല. പിന്നെ എന്നിട്ട് എന്താ ഇവിടെ ഒരു ഇതൊന്നും ഇല്ലാത്തത്? പൊന്തിക്കണി സാധനം വണ്ടി വരും, പിന്നെ ട്രെയിൻ വരുന്ന സമയത്ത് അവിടെ സിഗ്നൽ ഉണ്ടല്ലേ, ബ്ലിങ്ക് ചെയ്യും, അലാം അടിക്കും. അപ്പൊ വണ്ടികളോട് നിർത്തി കൊടുക്കും. അല്ലെങ്കിൽ അടിച്ച് പൊങ്ങി പോകും. ഇത് നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഗേറ്റ് ഒന്നും ഉണ്ടാവില്ല. എല്ലായിടത്തും ഉള്ളേരികളൊക്കെ ഇവിടൊക്കെ നല്ല ലൗഡായിട്ട് അലാം അടിക്കും. ട്രെയിന് വരുന്ന സമയത്ത് തന്നെ സിഗ്നൽ കത്തും. ഗൈസ്, ഈ വിജനമായ സ്ഥലത്ത് ആരോ ഒരു പേരുണ്ടാക്കിയിരുന്നു. ഇവിടെ ഞാൻ പണ്ട് ഇവിടെ കുറച്ച് വീടുകളൊക്കെ കാണാണ്ടല്ലേ. ഇതിലൊക്കെ വല്ല പച്ചക്കറി വാങ്ങണമെങ്കിൽ എത്ര കാലം ദൂരം പോണം. നല്ല സ്ഥലം. നമ്മൾ ഏകദേശം നമ്മളെ സ്പോട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. തിരക്കൊക്കെ ഉണ്ടല്ലോ, ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? വലിയ തിരക്കില്ല അവിടെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരാൻ കാരണം. ഇതാണ് നമ്മുടെ പരിപാടി. അവിടെ കുറേ പിള്ളേരുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ കുറേ ആളുകൾ കാണാനുണ്ട്. ൊക്കെ വട്ടായി തോന്നുന്നു. കണ്ടോളൂ.
നല്ല ക്ലൈമറ്റ് ആണ്, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് സത്യത്തിൽ രാവിലെ ഒരു മൂഡുണ്ടായില്ല. എന്താണ് ഇടിയോ? വെടി വഴിപാടാണോ ഇവിടെ? പൊയ്ക്കാണിക്കൊക്കെ തള്ളാതെ. കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, ചെറിയ വെടി 4 വലിയ വെടി 4. കേട്ടിട്ടില്ല നിങ്ങള്? എന്താടി നമ്മളുടെ തോണികൾ പലവിധം ഇവിടെയുണ്ട്. ഓക്കെ, ഇങ്ങനത്തതല്ലേ നമ്മൾ എടുക്കണ? ഇങ്ങനത്തത് ഇത് മഞ്ഞ ഇത് വേണ്ട, ചവിട്ടിന് പോട്ട് വേണ്ട കാക്കു, കാല് കോഴി. ഇതായി മഞ്ഞ എന്താ? ഏത്? ഓക്കെ, ഇതൊക്കെ സിംഗിൾ ആണല്ലേ? ആ മഞ്ഞ തോന്നുന്നു ഡബിള്. ഇരുന്ന് തന്നെ പോകാൻ വയ്യ, അപ്പളാ നിന്നൊക്കെ. ഇത് ചവിട്ടുന്നതാണ് അല്ലേ? അതാണ് തോന്നുന്നു ഡബിള്. കണ്ടോ അവിടെ ആളുകൾ പോണത് കണ്ടോ? ആരതാണാവോ? പ്രൈവറ്റ് ആണാവോ? നല്ല രസമുള്ള സ്ഥലം അല്ലേ? നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ? നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യട്ടോ ഗായ്സ്. എങ്ങനെ എന്താ ഇപ്പം ഗായ്സ്, ഒരു ബോട്ടിന്റെ ടീം ഇതാ വന്ന പോലെ വണ്ടി ലാൻഡ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നടന്നു പോവാം. ഒരു മുടിഞ്ഞ ആംബിയൻസ് ഉള്ള സ്ഥലമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പണ്ടേ എനിക്ക് ഈ പുഴകളോടും പാറക്കല്ലുകളോടും കിളികളോടും ഭയങ്കര ഒബ്സഷനാണ്. സത്യം നല്ല വൃത്തിക്ക് കാണാം. ഗൈസ്, നമ്മളുടെ ഫോട്ടോ സെക്ഷൻ പരിപാടിക്ക് ശേഷം നമ്മൾ കയാക്കിങ് ചെയ്യാൻ പോകണം. അപ്പോൾ ഷൂസും പരിപാടിയും പറ്റാത്തതുകൊണ്ട് നമ്മൾ ഷൂസൊക്കെ ഊരി വെക്കാൻ പോവാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ചപ്പലെടുക്കാൻ മറന്നു ഗൈസ്. അതിൻ്റെ ഒക്കെ മുന്നൊരു കാര്യം പറയണ്ടേ, ഒപ്പിട്ട് കൊടുക്കണം. മരിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളതാണോ? എനിക്ക് നീന്താൻ അറിയില്ല കപ്പോ, നീന്താൻ അറിയില്ല. പിന്നെ വീണതിനെ തന്നെ ചവിട്ടി താത്തുന്നതാണോ ഉദ്ദേശിച്ചത്? അപ്പോൾ ചെരുപ്പെടുക്കാൻ മറന്നുകൊണ്ട് നമ്മളുടെ പാവം കാലുകൾ കൊണ്ട് നടക്കണം ഈ കല്ല് കൂടെ. ബെയർ ഫൂട്ട് എന്നല്ലേ പറയാ? അതന്നെ. കാലുമേ കല്ല് കുത്തിയിട്ട് പാടില്ല. അയ്യോ, നമ്മളൊരു വെള്ളക്കുപ്പി എടുത്തിക്കണം കേട്ടോ, കുഴങ്ങുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വലിയ രസമൊന്നുമില്ല, കുത്തിയിട്ട് കല്ല് കുത്തിയിട്ട്. അയ്യോ, എന്താ കുങ്ങ തള്ളുന്നു. രണ്ടാമതും കൂടെ ഒന്നര എഴുതിയാ പോരെ? നമുക്ക് ഇവിടുന്ന് ഒരു ബാഗ് കിട്ടി ഗൈസ്, നമ്മൾ അതിലതൊക്കെ ഇടണം. Okay. Yeah, I got you. നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെക്കാം, വീഡിയോസും എടുക്കാം. നമ്മൾ പ്രൊട്ടക്ഷൻ ഇടുകയാണ് ഗൈസ്, പ്രൊട്ടക്ഷൻ. തിരിച്ചല്ലേ ഇടുക?
അങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? ഒന്ന് വാങ്ങി ടൈറ്റ് ആയിക്കോ. ലൂസാണെങ്കിൽ ഇതൊന്ന് ഒന്നുകൂടെ കംഫർട്ടബിൾ ആവും. നീ ചെന്നോ നാളെ തന്നെ കയറ്റി തരും. ഞാൻ എൻ്റെ പിന്നാലെ ഉണ്ട്. കുഴപ്പമില്ല. അത് ചെന്ന് കഴിക്കോ. ആള് ഹെൽപ്പൊന്നും ചാക്കൂല. അത് തന്നോട്ടെ, സാറില്ല. സാറിലടി, ഇറ്റ്സ് ഓക്കെ. അയാൾ നമ്മളെ ഉന്തി ഇട്ടു. തുഴഞ്ഞോ. എങ്ങോട്ട് തുഴഞ്ഞാലോ എങ്ങോട്ട് പോവാന്ന് അറിയില്ല കാക്കു. ഗൈസ്, ഇനിയുള്ള വീഡിയോ ഞങ്ങൾ വളരെ കുറവായിരിക്കും, കാരണം എനിക്കിത് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ല. ബാഗ് എടുത്ത് വന്നോളൂ കാക്കു. വണ്ടി കുത്തിക്കല്ലേ, വീഴും. മക്കളെ, ഇത് വീഴാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു വീഡിയോ കിട്ടും. നമ്മളെ തിങ്സ് നമ്മളവിടെ കവറിലാക്കി ഇവിടെ വെച്ചു പോകും. അത് എടുക്കാൻ മറന്നു. അത് പൊലിച്ചു പോകും. ഞാൻ ഇവിടെ കുത്തി നിൽക്കട്ടെ കേട്ടോ കാക്കു. അത് മിക്കവാറും ഒലിച്ചു പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. വേഗം പോയി വാ കാക്കു. കാക്കു പോകണേ. കാക്കു സാധനം എടുക്കാൻ പോയിക്കാണ്. ഞാനിവിടെ തൽക്കാലം കുത്തി നിർത്തിക്കട്ടോ വണ്ടിനെ. നീങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പുഴയുടെ അകാലതലങ്ങളിലേക്ക് ഒഴുകി പോകും ഗൈസ്. കാക്കു ഇതാ സാധനവുമായി വരുന്നു. കാക്കുവിന്റെ കല്ല് ഇതിൽ തട്ടിയിട്ട് കാക്കു നന്നായിട്ട് വേദനിക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. എടുത്തുള്ള തോഴയുടെ സുമര വണ്ടിന്റെ അടിപ്പെട്ടില്ലേ? കിട്ടുന്നില്ല. Let's trial our സംഭവം. ഗൈസ്, നിങ്ങൾ കപ്പിൾസ് ആയിട്ട് വെറുതെ റിസോർട്ടൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണില്ലാറെ ഇങ്ങനത്തെ ഒക്കെ പരിപാടി ചെയ്യോ? ദിസ് ഇസ് സോ ഗുഡ്. അതും വേണമല്ലോ പറയാ. നമുക്ക് രണ്ടുപേർക്കും കൂടെ $20 ആട്ടോ ആയത്. വേണമെങ്കിൽ ഒരു വണ്ടിക്ക് $20 എന്നുള്ള കണക്കായിരിക്കും. നമ്മൾ സെപ്പറേറ്റ് 2 വണ്ടി എടുത്തിക്കണമെങ്കിൽ $40 ആയിരുന്നു തോന്നുന്നു എനിക്ക്. പക്ഷേ ഇറ്റ്സ് വളരെ ചീപ്പാണെന്ന് തോന്നുന്നു കമ്പാരിറ്റീവ്ലി. കാക്കൂ, കിളികൾ നോക്കൂ. നമ്മൾ വെരി കാം. എനിക്കിഷ്ടമായി. ഇവിടെ ഒരു ഫോൺ സ്റ്റാൻഡ് വെച്ച് കാണുന്നതിനെ കുറച്ചുകൂടി സുഖമായിരുന്നു. അതൊക്കെ അറിയാം, പക്ഷേ ഫോണെങ്ങാനും ചാടിക്കഴിഞ്ഞാൽ ക്ലോസ് ഒക്കെ ക്ലീസ് ആവും. നോക്കൂ, അരയന്നങ്ങൾ തുഴയുന്നു. കാക്കു അത്ര കൂട്ടും തള്ളണ്ട. ഒന്നാം രാഗം പാടി. ഞാൻ വീഡിയോ എടുക്കുന്ന കാക്കുനോട് പറഞ്ഞതല്ലേ, വീഡിയോ എടുക്കലും തുഴയിലും കൂടി നടക്കുവോ? എൻ്റെ 125ഓളം വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റൂല. ശരിക്കും കാക്കോ. അതെ, വള്ളംകളി. ഞാൻ കൂടി, ഞാനും ബേബിയും കൂടി. അതെ, ഞാൻ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഒരാളുടെ വീഡിയോ മാത്രം എടുക്കുന്നത്. ഞാൻ അതിന്റെ ഭയങ്കര അടിപൊളി ഡ്രൈവറാണ് കേട്ടോ. സംശയം എനിക്ക് എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കാം. വെള്ളം കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം നല്ല അടിപൊളിയാണ്. അതുകൊണ്ട് നല്ല ഈസിയാണ്. ഇവിടേക്ക് മാത്രം തോഴി, അല്ലെങ്കിൽ ഫ്രണ്ടിക്കാ പോവാ. ഞാൻ ഇപ്പൊ 100 വെച്ചിട്ട് അടിക്കൊന്നും നോക്കാൻ വയ്യ കാക്കോ.
ഇതൊക്കെ പാട്ടടിക്കോ? ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ ഇതൊക്കെ ഇതോ. അങ്ങനെ ഗായ്സ് വീഡിയോ എടുക്കുന്ന ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുന്നതാണ്. കാരണം ഇവള് കയാക്കിങ് തോയാൻ വേണ്ടി വന്നിട്ട് ഫുൾ ടൈം വീഡിയോ ആണ്. പക്ഷെ ഇവളെ ഏൽപ്പിച്ചത് മണ്ടത്തരായോന്നൊരു സംശയമുണ്ട്. കാരണം വന്ന സ്ഥലത്തേക്ക് തന്നെയാണ് തോണി പോകുന്നത്. ഇങ്ങോട്ട് ഒന്ന് നോക്കിക്കാ, എന്താണ് തൻ്റെ ഉദ്ദേശം? വലിയ പാറക്കല്ലുമ്മ കുത്തി നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കേട്ടോ. ഓക്കേ, അങ്ങോട്ട് പോവാ. ഞാൻ ഇവിടെ പോയിട്ട് കാര്യം, ഇവിടെ മൊത്തം കല്ലാളാകരം, കല്ലുമ്മ കുത്തി നിൽക്കും. കാരണം അവിടെ നല്ല അടിപൊളി സ്ഥലമാണ്. ആ നല്ല ഡ്രൈവറാണല്ലോ ബേബിയാ. അർജുനോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും കൈ രണ്ടും നല്ല കഴച്ചിലാണ്. ഇപ്പൊ തന്നെ ഇറങ്ങിയിട്ട് 1.5 മിനിറ്റ് ആയിട്ടുള്ളൂ. 2-3 മാസമായിട്ട് തിന്നാ വീട്ടിലിരിക്കുക ഈ പരിപാടി മാത്രമേ ഉള്ളൂ. സോ യുനോ കിളികളൊക്കെ പറക്കുന്നത് ട്രാഫിക് ജാം ഇവിടെ നല്ല മീനിൻ്റെ നാട്ടിലുണ്ട്. ഇവിടെ ബോട്ടുകൾ കയറിയിട്ടേ മീനുകൾ ചതിഞ്ഞിരിക്കണം. അടുത്തൊക്കെ നല്ലോണം തോന്നുന്നു. അങ്ങോട്ട് നമ്മൾ പോകണം സൺലൈറ്റിനെ പിടിക്കാൻ. അടുത്ത് കിട്ടോ, നമുക്ക് അങ്ങോട്ട് കൊണ്ട്. Good job. ada karet pun dah. Ayo Titanic kutti guys. കുത്തി നിർത്തി guys. ഞാനത് ശ്രദ്ധിച്ചില്ല. ഇനി എന്ത് ചെയ്യും? Ini video apa? കാക്കു എന്താ ഇങ്ങനെ മുഖം തുഴഞ്ഞു കൊയങ്ങിക്കാണോ? അങ്ങോട്ട് വല്ലാണ്ട് എടുക്കല്ലേ കേട്ടോ, അങ്ങോട്ട് പരിപാടി ശരിയാവില്ല. കരയാണ് അങ്ങോട്ട്. ഒരു വട്ടം തന്നെ കുത്തി വന്നതാ. റബ്ബേ എനിക്കറിയില്ല അമ്മാതിരി തള്ളൊക്കെ സഹിച്ച്. പക്ഷി റെസ്റ്റ് എടുക്കാണെന്ന് തോന്നുന്നു ഗൈസ്. കാക്കുന്റെ തലയിൽ കൂടെ എന്തിനായി വെള്ളാക്കണത്? പാവല്ലേ ഞാന്. ഹൊയ്യാരേ ഹൊയ്യ ഹൊയ്. വാവ് മാൻ. അല്ല എവിടക്ക പോണത് മോളെ? കുറച്ചുകൂടെ പോയ അമേരിക്ക എത്തി. പിന്നെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സിന് പറഞ്ഞത് പൈസ ഇല്ല കേട്ടോ. ഇപ്പുറത്തേക്ക് കാണുന്ന കാട് ഏതാ അറിയോ? മെക്സിക്കോ. എനിക്ക് കണ്ണുകൊണ്ട് തന്നെ കാണുന്നില്ല. കൊന്നാല് കാക്കതിൻ്റെ ഇടയിലൊന്ന് പിന്നെ മരിപ്പിക്കും. ഇത് കാണാൻ വലിയ സെറ്റപ്പാണെന്നൊക്കെ തോന്നുമെങ്കിലും സൈഡ് മൊത്തം കരയാണ് ഗൈസ്. ഞങ്ങൾ 2-3 വട്ടം ഞങ്ങളെ വണ്ടി മഞ്ഞുമലയിൽ കുടുങ്ങി. ആഴക്കടലിൻ ഭയങ്കര ആഴുണ്ട്. എനിക്ക് നീന്താൻ അറിയില്ല. സോ മരിച്ചാൽ കുഴപ്പമില്ലാന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തത്. എനിക്ക് കുറച്ച് പേര് പോയക്കറിയില്ല നമ്മൾ മലയാളികളാണെന്ന്. ആ
ഇരിങ്ങാട്ടിലത്തെ രണ്ടാൾ നീന്തിയ കയ്യണ പുഴയിൽ നീന്തിൻ്റെ അഹങ്കാരമാണ് ഈ പറയുന്നത്. പണ്ടാര മക്കളെ ഒന്ന് കേട്ട് നിങ്ങൾ വിശ്വസിക്കും. ഡ്രൈവർ വണ്ടി കുറച്ച് ലെഫ്റ്റിലോട്ട് എടുക്കും. ഇവൽക്കൊന്നും നമ്മളത്ര ഡ്രൈവിങ് അറിയില്ല. ഓലൊക്കെ കണ്ടോ വന്നപ്പോൾ മുതൽ അവിടെ തന്നെ തുഴഞ്ഞുകൊണ്ട് പാവങ്ങൾ. മുന്നിക്ക പോണഞ്ഞ് നല്ല രസമുണ്ട് അല്ലേ? കാക്കുന് ഇഷ്ടായോ? എനിക്കിഷ്ടായത് സാൽമണോ? ഈ ഭാഗത്തുമ്പോ നല്ല മീൻ്റെ നാച്ചുള്ള കാര്യം പറയാറോ. അങ്ങോട്ട് എടുക്കലും കാക്കു അങ്ങോട്ട് കയറിയണം. ഇങ്ങോട്ട് എടുക്കും ഈ ഫ്രണ്ട്. എനിക്കറിയാൻ പാടില്ല. അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ വണ്ടി സ്റ്റക്കായി നടത്താൻ. നമ്മള് പരിപാടി കഴിഞ്ഞ് കരിക്ക് വണ്ടി അടുപ്പിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇവർക്ക് ഇനി എന്താ പറയാ, വേറെ കോളം ചെയ്യാൻ പറ്റൂലല്ലോ. ലെഫ്റ്റ് വേറെ ആളുകൾ ഇനി വിടാൻ പറ്റൂലല്ലേ ഈ മണിക്ക് ശേഷം. ദാറ്റ് ഈസ് ഇല്ലീഗൽ. അങ്ങോട്ട് വിടാൻ ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വരാം അല്ലേ? ഫാമിലി എല്ലാവർക്കും തുഴയാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷെ സംഭവം നൈസാണ്. ഈ ആംബിയൻസും ക്ലൈമറ്റും അടിപൊളിയായി. ആഭരണങ്ങളൊക്കെ നമ്മൾ അഴിച്ചു കൊടുക്കുകയാണ്. എന്താ ആ സാധനങ്ങൾ അതിൽ നിന്ന് എടുക്കൊണ്ട് കേട്ടോ, അതുകൂടി കൊടുക്കരുത്. ഹായ്, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ അല്ലേ കാക്കു? നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും ഭയങ്കര അടിപൊളി കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടമായി. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത് എനിക്ക് പുല്ലുകൂടെ അടിക്കും. നല്ല വേദന ഉണ്ട് ഇതിലടക്കുമ്പോൾ. കല്ല് കരിങ്കല്ല് പൊളിച്ചിട്ട മാതിരിയാണ്. നമ്മളിപ്പോ പോയെങ്കിലും കൂടെ അതേമാതിരി അല്ല. പക്ഷെ ഇതിലടക്കുമ്പോഴും പ്രശ്നമില്ല. പക്ഷെ പോയി കൂടെ നടക്കുമ്പോൾ നല്ല പെയിനുണ്ട്. സോ ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? Of course, yes. Because this is a different experience. മലയാളത്തിൽ പറഞ്ഞാൽ മതി. എനിക്ക് ഇംഗ്ലീഷിൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ അത്രയ്ക്കുള്ള ഗൈസ്.